മുത്തോലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അഭിഭാഷകയുമായ ജിസ്മോൾ കുട്ടികൾക്കൊപ്പം ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. മരണവാർത്തയറിഞ്ഞ് UK-യിൽ നിന്നും എത്തിയ പിതാവ് തോമസും സഹോദരൻ ജിറ്റുവുമാണ് ആവശ്യം ഉന്നയിച്ചത്. ഭർത്താവിൽ നിന്നും ഭർത്തൃമാതാവിൽ നിന്നും ഭർത്തൃ നിന്നും ജിസ്മോൾക്ക് മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ആത്മഹത്യ ചെയ്തതിന്റെ തലേദിവസം വീട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് കണ്ടെത്തണമെന്നും പിതാവും സഹോദരൻ ആവശ്യപ്പെടുന്നു. മകളുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പിതാവ് പറഞ്ഞു. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യല. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. അതാണ് ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എൻ്റെ മക്കൾക്ക് വേണ്ടി പോകും. ഏത് അറ്റം വരെ പോകും. അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ജിസ്മോളുടെ തലയിൽ കണ്ട മുറിവ് വാതിലിൽ തലയിടിച്ചുണ്ടായതാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഭർത്താവിന്റെ മർദ്ദനം മൂലമാണെന്ന് വ്യക്തമാക്കിയതായും കുടുംബാംഗങ്ങൾ പറയുന്നു. അഭിഭാഷകയായ ജിസ്മോൾക്ക് ഓഫീസ് ഇടാനായി ഭർത്താവ് ജിമ്മി നൽകിയ തുക ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരികെ ചോദിച്ചതായും സഹോദരനും പിതാവും പറഞ്ഞു. എൻ്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു. പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണം തുടങ്ങി. ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടുപോയി കൊടുത്തു. ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു. പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയുടെ വീട്ടിലെ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചീനെ വിടത്തില്ല. ബന്ധുവീടുകളിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും തടസ്സപ്പെടുത്തിയിരുന്നു. ഇവരോടൊപ്പം താമസിച്ചിരുന്ന ഭർത്തൃമാതാവും സഹോദരിയും ജിസ്മോളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യമാണ് ജിസ്മോളുടെ കുടുംബാംഗങ്ങൾക്കുള്ളത്. ജിസ്മോളുടെയും മക്കളായ നേഹ, നോറ എന്നിവരുടെയും സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് 3-ന് വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം ചെറുകര സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, പാല.